13 വർഷങ്ങൾക്ക് മുമ്പ് 2012 ഫെബ്രുവരി 21 സഖാവ് മോഹനനെ തളിപ്പറമ്പ് അരിയിൽ വെച്ച് നിഷ്ഠൂരമായ വിധത്തിൽ വെട്ടിപ്പിളർന്നു കളഞ്ഞത്. കാലത്ത് 8:30 മേലാസകലം തലയിലുൾപ്പെടെ വെട്ടി അതിഭീകരമായ പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആ പരിക്കിനെ തുടർന്ന് ഇതുവരെ കഴിഞ്ഞ 13 വർഷക്കാലം തുടർച്ചയായ ചികിത്സയിലായിരുന്നു സഖാവ് മോഹനൻ. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. തലയിലേറ്റ മാരകമായിട്ടുള്ള മുറിവ് ഉൾപ്പെടെ മേലാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ 13 വർഷക്കാലം തുടർച്ചയായി ചികിത്സയ്ക്ക് വിധേയനായി നൽകാൻ വേണ്ടി കഴിയുന്ന എല്ലാ ചികിത്സയും അദ്ദേഹത്തിന് നൽകി. എന്നാൽ ഇപ്പോഴ് സഖാവ് മോഹനൻ രക്തസാക്ഷി ആയിരിക്കുകയാണ്. ലീഗുകാരുടെ ക്രിമിനൽ സംഘം നടത്തിയ കൊടും പാതകത്തിൻ്റെ രക്തസാക്ഷിയാണ് സഖാവ് മോഹനൻ. ആ ഘട്ടത്തിൽ അരിയിലും പരിസരത്തും CPMൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി പോലും കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നായിരുന്നു ആ ഘട്ടത്തിൽ ലീഗുകാർ ആ ഒരു നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ലീഗ് സംഘം ദേശാഭിമാനി വിതരണം ചെയ്യുന്ന ഒരു സഖാവിനെ വെട്ടിയതിനെ തുടർന്ന് ആ പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് സഖാവ് P. ജയരാജനും TV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ലീഗ് ക്രിമിനലുകൾ ആക്രമിച്ചത്. അതിനെ തുടർന്നാണ് പിന്നീട് മോഹനന് വെട്ടേൽക്കുന്നത്. സഖാവ് മോഹനൻ CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ അനുഭാവി മാത്രമായിരുന്നു. ആ മോഹനെ അദ്ദേഹം വീട്ടിലായിരുന്നു. വീട്ടിൽ ക്രിമിനൽ സംഘം ആക്രമിച്ച് കയറി വീട്ടിൽ നിന്ന് മോഹനെ പിടിച്ചു കൊണ്ടുപോയി അകലെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്നാണ് മേലാസകലം വെട്ടി പിളർന്നു കളഞ്ഞത്. അതിഭീകരമായ വിധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന മോഹനെ ആശുപത്രിയിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മകൻ ഉൾപ്പെടെ നടത്തിയപ്പോൾ അതിനെപ്പോലും തടയുന്ന സമീപനമാണ് ലീഗിൻ്റെ ക്രിമിനലുകൾ സ്വീകരിച്ചത്. സാധാരണ പോകാൻ വേണ്ടി കഴിയുന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ് അവസാനം ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഭീകരമായ വിധത്തിൽ പരിക്കേറ്റ മോഹന് പിന്നീട് ആ പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർച്ചയായ ചികിത്സയെ തുടർന്നാണ് സഖാവ് മോഹൻ ഇപ്പോൾ രക്തസാക്ഷിയായിട്ടുള്ളത്. സഖാവ് ലീഗിൻ്റെ ക്രിമിനലുകളുടെ ആക്രമണത്തിൻ്റെ ഇരയാണ് സഖാവ് മോഹനൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.